ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ കാണാൻ പോണത് ഇറ്റാലിയൻ ഡിഷായ വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. വൈറ്റ് സോസ് പാസ്ത പല രീതിയിൽ തയ്യാറാക്കലുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് വീഡിയോക്ക് പോവാം. അപ്പോൾ പാസ്തയ്ക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ക്യാരറ്റ് ഞാൻ ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം പാസ്ത ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് ഉപ്പും കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷം ഒരു 1.5 കപ്പ് പാസ്ത ചേർത്ത് കൊടുക്കുകയാണ്. അതവിടെ തിളച്ച് വേകുന്ന സമയം കൊണ്ട് നമുക്ക് മറ്റൊരു പാനിൽ 1 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ആദ്യം വെളുത്തുള്ളി ഒന്ന് വാട്ടിയെടുക്കാം. വെളുത്തുള്ളി നന്നായി വാടിയതിന് ശേഷം നമുക്ക് ഇതിക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിക്ക് വേണമെങ്കിൽ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം, പിന്നെന്താ ക്യാപ്സിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ അതൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. അതൊരു സിമ്പിളായി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വൈറ്റ് സോസ് പാസ്തേൻ്റെ റെസിപ്പിയാണിത്. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ പാസ്ത ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ച് നമുക്ക് ആ ക്യാരറ്റ് മറ്റൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് ആ പാനിക്ക് തന്നെ ഒരു 1/2 ടീസ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ബട്ടറിൽ ഇട്ടിട്ട് നമുക്ക് ആ മൈദ നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അത് നന്നായി വാടിയതിന് ശേഷം 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് ഒഴിക്കുമ്പോൾ ഇത് നന്നായി കട്ടയായിട്ട് ഇരിക്കുക. അപ്പോൾ നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ട് ഒരു ക്രീം രൂപത്തിലാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രഷ് ക്രീമിൻ്റെ അളവ് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ആയിരിക്കും. നല്ല ലൂസിലാണ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ വാട്ടി വെച്ച ആ വെജിറ്റബിൾസ് ക്യാരറ്റും വെളുത്തുള്ളിയും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ ഊറ്റിയെടുത്ത പാസ്ത കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പാസ്ത അതിലിട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ആ സോസൊക്കെ എത്തുന്ന രീതിയിൽ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വൈറ്റ് സോസ് പാസ്ത കുറച്ച് ലൂസിലായിട്ടിരിക്കുക. ഞാൻ നല്ല ലൂസ് ആക്കിയിട്ടില്ല. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ക്രീമും പിന്നെ മൈദൻ്റെ അളവും പാലിൻ്റെ അളവൊക്കെ കൂട്ടിയിട്ട് ഒന്നുകൂടി ലൂസ് രൂപത്തിലാക്കിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ചുകൂടി കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പും കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ ഉപ്പൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്ലൈസർ ചീസ് വെച്ച് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ചുകൂടി അധികമൊന്നും ചേർത്ത് കൊടുത്തില്ല, കുറച്ച് മാത്രം ഞാൻ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത് കുറച്ച് സമയം അവിടെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടിപൊളി വൈറ്റ് സോസ് പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പാസ്ത റെസിപ്പിയാണിത്. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഇല്ലാതെയാണ് ഈ വൈറ്റ് സോസ് പാസ്ത റെഡിയാക്കി എടുത്തത്. ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. ബൈ.